വെൽക്കം ടു ദ ഫാഷൻ ഇൻസൈഡർ യൂട്യൂബ് ചാനൽ. കാറ്റഗറി 4-ന് കാറ്ററ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി ഫസ്റ്റ് ഇയർ ടെക്സ്റ്റൈൽ സയൻസ് എന്ന് വരുന്ന ഒക്കെയാണ് ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിലെ ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് ഇത്ര ഓൺവേർഡ്സ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്ര ഓൺവേർഡ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തുണിനാരുകളും അവയുടെ രാസസ്വഭാവങ്ങളുമാണ്. അപ്പം ഇത് 3 തരം നാരുകളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് പ്രധാനമായിട്ട് ഒൺവേർഡ് ചോദിക്കുന്നത് പരുത്തി ലിനൻ നാരുകൾ ഏത് രാസസ്വഭാവം കാണിക്കുന്നു, അല്ലെങ്കിൽ അത് സെല്ലുലോസ് ആണോ പ്രോട്ടീനാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഈ ഒരു ബോക്സ് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഏതൊരു ഒൺവേർഡായിരുന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ ഇത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പ്രകൃതിജന്യ നാരുകൾ തന്നെ പരുത്തി നാരെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു നാരാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു 5-6 ടൈപ്സ് ഓഫ് ഒൺവേർഡ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒന്നാമത് ചിലപ്പം ചോദിക്കുന്നത് കുരു കളയുക അല്ലെങ്കിൽ ഗിന്നിങ് പ്രക്രിയ ഏത് നാരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുത്തി നാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമാത്രമല്ല നാര് രൂപത്തിലുള്ള ടെക്സ്റ്റൈൽ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മയമുള്ള നാര് ഏതെന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം അത് രണ്ടാമതായിട്ട് ഒൺവേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തത് ഉറപ്പ് താരതമ്യേന ഉയർന്ന ഒരു നാര് കൂടെയാണ് പരുത്തി നാരെന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് മിനുക്ക് സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ മെർസറൈസേഷൻ എന്ന് പറയുന്ന ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ തിളക്കം തീവ്രമാക്കാൻ സാധിക്കുന്നത് പരുത്തി നാരുകൾക്കാണ്. അപ്പോൾ ഇത് മൂന്നാമത് ഒരു ഒൺവേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സസ്യജന്യങ്ങളായ അസംസ്കൃത പദാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ്യമായ നാരുമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ വസ്തുക്കളിൽ വെച്ച് മയമുള്ള നാര് എന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് 5 ക്വസ്റ്റ്യൻസ് ആണ് പരുത്തി നാരുകൾക്ക് അകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ പരുത്തി നമ്മൾ എങ്ങനെ കൃഷി ചെയ്യുന്നു, കൊയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സംസ്കരണ പ്രക്രിയകൾ എന്തെല്ലാമാണെന്ന് ഈ ഒരു ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൻ്റെ അകത്തുനിന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതും കൂടെ പഠിച്ചു വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പ്രകൃതിജന്യ നാരായിട്ടുള്ള ലിനൻ അതുപോലെ തന്നെ ചണം, ഈ 2 നാരുകളിൽ നിന്നും ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലിനൻ ഏത് രാജ്യത്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതായത് കൂടുതലായിട്ട് വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യ യൂറോപ്പ്. ഇത് മസ്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ തണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന നാരുകളെ എന്തെന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാസ്റ്റ് നാരുകളെന്നാണ് പറയുന്നത്. തണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന നാരുകളെ ബാസ്റ്റ് നാരുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചണം എന്ന് പറയുന്നത് ലിനൻ, ചണം എന്നിവ രണ്ടും ഏത് നാരിലാണ് ഉൾപ്പെടുന്നത്? തണ്ടുകളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ലിനനും ചണവും ബാസ്റ്റ് നാരുകളിൽ ഉൾപ്പെടുന്നു. ചണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബലം ഉള്ള നാര് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള നാര് എന്നാണ്. ചണം സസ്യനാരുകളിൽ വെച്ച് ചണമാണ് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള നാര്. അത് കമ്പിളി നാരാണ്. ഇതിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം സസ്തനികളിൽ നിന്നുമാണ് കമ്പിളി നാരുകൾ ലഭിക്കുന്നത്. അപ്പോൾ അതൊരു ഒൺവേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പും ചെളിയും മറ്റും പുരണ്ടതും, ഇതിനെ കമ്പിളി നാരുകളിൽ ഇത് പുരണ്ടിരിക്കുമ്പോഴത്തേന് ഇതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൂൾ ഫ്ലീസ് ആണ് ഇതിൻ്റെ ആൻസർ. ഇത് രണ്ടുമായിരിക്കും പ്രധാനമായിട്ടും കമ്പിളി നാരിൽ നിന്ന് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ. അതുമാത്രമല്ല, ചിലപ്പം നാരുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വാട്ടർ അബ്സോർവിങ് പവർ ഏത് നാരിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പിളി നാരിനാണ്. അപ്പം കമ്പിളി നാരിൽ നിന്ന് ഈ 3 ക്വസ്റ്റ്യനും പ്രധാനമായിട്ടും അറിഞ്ഞു വെച്ചിരിക്കുക. അടുത്തതായിട്ട് സിൽക്ക് അല്ലെങ്കിൽ പട്ടിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ ചാൻസസ് ഉള്ളത് ഏത് രാജ്യത്ത് നിന്നാണ് കൂടുതലായിട്ട് പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നാണ് പട്ട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പട്ടിൻ്റെ 1/3 ഭാഗവും ചൈനയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഉറപ്പുള്ളതും എലാസ്തികതയുള്ളതുമായിട്ടുള്ള ഒരു നാരാണ് സിൽക്ക് നാര് അല്ലെങ്കിൽ പട്ട് നാരെന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് പട്ടിൽ പ്രധാനമായിട്ടും അറിഞ്ഞു വെച്ചിരിക്കേണ്ട കാര്യമാണ്. അടുത്തത് സിന്തറ്റിക് നാര് അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത നാരായിട്ടുള്ള വിസ്കോസ് റയോണാണ്. ഇത് ഒരു 4-5 ഒൺവേർഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നാമത്തത് വിസ്കോസ് റയോൺ എന്ന് പറയുന്നത് ഒരു ശുദ്ധമായ സെല്ലുലോസ് ആണ്. അപ്പോൾ ഒരു ശുദ്ധമായ സെല്ലുലോസ്, മനുഷ്യനിർമ്മിത നാരുകളിൽ ഒരു ശുദ്ധമായ സെല്ലുലോസ് ഏത് നാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വിസ്കോസ് റയോൺ എന്ന് പറയാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വിസ്കോസ് റയോൺ എന്ന് പറയുന്നത് സാന്ദ്രത, അതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രതയുടെ 150%. ജലത്തിൻ്റെ സാന്ദ്രതയുടെ 150% വിസ്കോസ് റയോണിൻ്റെ സാന്ദ്രത. അടുത്തതെന്ന് പറയുന്നത് 12% ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? വിസ്കോസ് റയോണിനുണ്ട്. വെള്ളത്തിൽ നനച്ചാൽ എന്ന് പറയുന്നത് പെട്ടെന്ന് വിയർക്കുകയും നൂലിൻ്റെ ദൈർഘ്യം 50% വരെ കുറഞ്ഞു പോകാനായിട്ടും സാധിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ 12% വരെ ഈർപ്പം വലിച്ചെടുത്ത് വീർക്കാനുള്ള കഴിവ് ഏത് മനുഷ്യനിർമ്മിത തന്തുവിനാണ് അല്ലെങ്കിൽ നാരിനാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്കോസ് റയോണിനാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓൺബോർഡ് പറയുന്നത് വളരെ കനം കൂടിയ നൂല് മുതൽ വളരെ കനം നേർമയുള്ള അല്ലെങ്കിൽ കനം കുറഞ്ഞ നൂല് വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, അതുപോലെയുള്ള ഏത് തരം നൂലുകളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു തരം നൂല് അല്ലെങ്കിൽ നാര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വിസ്കോസ് റയോണാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇത് പഠിച്ചു വയ്ക്കണം. പിന്നെ ശരാശരി റയോൺ ഫിലമെൻറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 3-4 വാര വരെയാണ്. 3-4 വാര വരെയാണ് ശരാശരി റയോൺ ഫിലമെൻറ്റിൻ്റെ നീളം. ഇത്രയാണ് മനുഷ്യനിർമ്മിത നാര് അല്ലെങ്കിൽ വിസ്കോസ് റയോണിൻ്റെ അകത്ത് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഓൺവേർഡ്സ്. പോളിസ്റ്റർ നാരുകൾ അല്ലെങ്കിൽ സിന്തറ്റിക് കൃത്രിമ നാരായ പോളിസ്റ്റർ നാരുകളിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള നാരാണ്. അപ്പോൾ ഏത് നാരാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള നാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോളിസ്റ്റർ നാരാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് പോളിസ്റ്റർ തുണി യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഉടുപ്പുകളും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ജാക്കറ്റുകളൊക്കെ നിർമ്മിക്കാനായിട്ടാണ് ആദ്യമായിട്ട് പോളിസ്റ്റർ തുണി യൂസ് ചെയ്യുന്നത്. പിന്നെ പോളിസ്റ്റർ തുണി എന്ന് പറയുന്നത് സ്റ്റാപ്പിൾ നാരുകളായിട്ടാണ് ആദ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് പോളിസ്റ്റർ നാരുകൾക്ക് അത്യധികം ബലമുണ്ട്. അപ്പം അത്യധികം ബലമുള്ള ഒരു നാര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിസ്റ്റർ നാരാണ്. അതുപോലെ തന്നെ ബലം അല്ലെങ്കിൽ അപ്ഹോൾസ്റ്ററി നൈലോണിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് നൈലോണിനേക്കാൾ മെച്ചപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പോളിസ്റ്ററാണ്. ഇതും ചോദിക്കാൻ വളരെ ചാൻസസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത് 2 പ്രധാനപ്പെട്ട സിന്തറ്റിക് നാരുകളാണ് ആക്രിലിക് നാരുകളും സ്പെൻഡെക്സ് നാരുകളും. ആക്രിലിക് നാരുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ കമ്പിളിക്ക് പകരം ഉപയോഗിക്കുന്ന നാര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പിളിക്ക് പകരം ഉപയോഗിക്കുന്ന നാരുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്രിലിക് നാരാണ്. അപ്പം ആക്രിലിക് നാരിനെ പ്രധാനമായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്രിലിക്കും 2 മൊഡാക്രിലിക്കും. മൊഡാക്രിലിക് എന്ന് പറയുമ്പോഴത്തേനും 85% താഴെ, അതായത് 35% വരെ പോളി അക്രിനൈട്രൽ അടങ്ങിയ നാരുകളാണ് മൊഡാക്രിലിക് നാരുകൾ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ്, അതായത് 85% മുകളിലാണെങ്കിൽ അത് നമ്മളെന്തെന്ന് പറയുന്നു ആക്രിലിക് നാരുകളെന്നും പറയുന്നു. ഇങ്ങനെ 2ആയിട്ടാണ് ആക്രിലിക് നാരുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പോളി അക്രിലോനൈട്രൽ എന്ന പോളിമർ ആണ് പ്രധാനമായിട്ടും. അപ്പം ഏത് പോളിമർ നാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്രിലിക് നാരുകളെയാണ് നമ്മൾ പോളിമർ നാരുകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പിളിക്ക് പകരം ഉപയോഗിക്കുന്ന നാരുകളാണ് ആക്രിലിക് നാരുകൾ. അതുമാത്രമല്ല സ്പെൻഡെക്സ് നാരുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഇലാസ്തികതയുള്ള കൃത്രിമ നാരുകളാണ്. ലൈക്ര എന്ന കമ്പനിയാണ് 1958 സ്പെൻഡെക്സ് നാരുകൾ നിർമ്മിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു പേജ്, അതായത് ഇതിനനുസരിച്ച് വായിച്ച് അതിലുള്ള ഓൺവേർഡ്സൊക്കെ എഴുതിയെടുക്കുന്നവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നീളത്തിൻ്റെ 3 മുതൽ 15 ഇരട്ടി വരെ വലിച്ചു നീട്ടാൻ പറ്റുമെങ്കിലും വെറും 8 ഇരട്ടി മാത്രമാണ് ഇത് പ്രധാനമായിട്ടും വലിച്ചു നീട്ടുന്നത്. പിന്നെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സെഗ്മെൻറ്റ് പോളിയുറാത്തീൻ പോളിമറുകളാണ് സ്പെൻഡെക്സ് നാരുകളുടെ അടിസ്ഥാനം. അപ്പോൾ സ്പെൻഡെക്സ് നാരുകളുടെ അടിസ്ഥാനം ഏത് എന്ന് ചോദിക്കാം. അത് പ്രധാനമായിട്ടും സെഗ്മെൻറ്റ് പോളിയുറാത്തീൻ പോളിമറുകളാണ്. സ്പെൻഡെക്സ് നാരുകളുടെ ഉദാഹരണമാണ് ഡ്രാഗ് സ്യൂട്ടുകളും സ്വിമ്മിങ് സ്യൂട്ടുകളും. നൈലോണിനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നൈലോണിന് ഒരു 2-3 ഓൺവേർഡ്സ് മാത്രമാണ് ചോദിക്കാൻ ചാൻസസ് ഉള്ളത്. ഫൈബർ ഗ്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബലമുള്ളതാണ് നൈലോൺ, അത് അറിഞ്ഞു വെച്ചിരിക്കണം. പിന്നെ രണ്ടാമത്തത് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് ചീത്തയാവാത്ത ഒരു തുണിയാണ് നൈലോൺ. പിന്നെ ഇലാസ്തികത ഏറ്റവും കൂടുതലുള്ള ഒരു വസ്ത്രനാരാണ് നൈലോൺ എന്ന് പറയുന്നത്. ഇത് 3ആണ് പ്രധാനമായിട്ടും നൈലോണിൻ്റെ അകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പൺ നൂലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ചെറുനാരുകൾ ചുറ്റിപ്പിണച്ചുണ്ടാക്കുന്ന നൂലുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പൺ നൂലാണെന്ന് നമുക്ക് പറയാം.
പ്രധാനമായിട്ട് ചോദിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസാണ് സങ്കലനങ്ങളും മിശ്രിതങ്ങളും. അപ്പോൾ സങ്കലനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ സ്പൺ നൂലുകളും തമ്മിൽ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സങ്കലനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരം നൂലുകളും, സ്പൺ നൂലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ചെറുനൂലുകളാണെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കണം. വിവിധ തരം നൂലുകളെന്ന് പറയുമ്പോഴത്തേനും വിവിധ തരം നൂലുകളെ സംയോജിപ്പിച്ച് നിർമ്മിക്കുന്ന നൂലിനെയാണ് നമ്മൾ സങ്കലനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു തുണിയിൽ പാവിനും ഊടിനും വേറെ വേറെ നാരുകൾ കൊണ്ട് നിർമ്മിച്ച നൂലുകളെ എന്തെന്ന് പറയുന്നു? മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ സങ്കലനങ്ങളുടെ ഉദ്ദേശം എന്തിനാണെന്ന് നോക്കി വെച്ചിരിക്കണം. ഇത് 4 ഉദ്ദേശങ്ങളും നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കണം. ഇതിൽ ഏതാണ് സങ്കലനങ്ങളുടെ ഉദ്ദേശത്തിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നൈലോൺ മിശ്രിത വസ്ത്രങ്ങൾ പ്രധാനമായിട്ടും നൈലോണിനെ 3-4 വസ്ത്രങ്ങളുമായിട്ടാണ് മിശ്രിതം ചെയ്യുന്നത്. ഒന്ന് നൈലോണിനെ പരുത്തിയുമായിട്ട് മിശ്രിതം ചെയ്യും, പിന്നെ നൈലോണും കമ്പിളിയും, പിന്നെ നൈലോണും റയോണും നൈലോണും അസറ്റേറ്റും, ഇവയായിട്ടാണ് നൈലോൺ മിശ്രിതം ചെയ്യുന്നത്. ഇത് ഓൺവേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജ്വലന പരീക്ഷണത്തിൻ്റെ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഓൺവേർഡിൻ്റെ അകത്ത് പലപ്പോഴും കാറ്റഗറി 4 ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചു വച്ചിരിക്കേണ്ടത് എൻ്റെ അനുമാനം, അതായത് സസ്യനാരുകളും അതുപോലെ തന്നെ അസസ്യനാരുകളും അതുപോലെ തന്നെ ഇത് എല്ലാത്തരം നാരുകളും എങ്ങനെയാണ് അത് കത്തുന്ന രീതി എന്തിനാണ്, കത്തുമ്പോഴുള്ള മണം എന്താണ്, അതിലുള്ള അവശിഷ്ടം എന്തിനാണെന്നൊക്കെ ഈ ജ്വലന പരീക്ഷണത്തിൻ്റെ അകത്ത്, അതായത് ഒരു ബോക്സ് നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം നാരുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒരു ബോക്സാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് പഠിച്ചിരുന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യനും എഴുതാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള മൊത്തം ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അതായത് ഇതിൽ മൊത്തം ഓൺവേർഡും അതായത് ഒരു ഷോർട്സ് ആക്കി അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ആക്കി ഇടാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. എങ്കിൽ അടുത്ത ക്ലാസ് തൊട്ട് 2ാമത്തെ ചാപ്റ്റർ ഇടുന്നതായിരിക്കും. താങ്ക് യു.